നമസ്കാരം. എല്ലാവർക്കും ഷാ വിഷൻ്റെയും മൊയ്തീൻ ഷായുടെയും അഭിനന്ദനങ്ങളും ആശംസകളും. ഡൽഹി ഇലക്ഷനെക്കുറിച്ചൊന്നും ഇനി ഒന്നും പറയുന്നില്ല. 5-ാം തീയതി കഴിഞ്ഞ് 8-ാം തീയതി റിസൾട്ട് വരട്ടെ, അതിനുശേഷം നമുക്ക് സംസാരിക്കാം. ഇന്ന് ഞങ്ങളുടെ ഗ്രൂപ്പ് പറയാൻ പോകുന്നത് ഭാഷാ അടിസ്ഥാനത്തിലുള്ള സംസ്ഥാന വിഭജനത്തിൻ്റെ അപാകതയും വളർച്ച നിരക്കിൻ്റെ കുറവുമാണ്. അതിനു മുൻപായിട്ട് ഒന്നിട്ട് കൊച്ചു കാര്യങ്ങൾ പറഞ്ഞിട്ട് തീർക്കാം. മദ്രസ പഠനം കൊണ്ടാണ് എല്ലാ കുഴപ്പവും കാരണം എന്നാണ് എല്ലാവരും പറയുന്നത്. മദ്രസയിലെ പഠനം കൊണ്ട് എന്നിട്ടിപ്പോൾ ഈ ബാലരാപുരത്ത് സ്വന്തം അമ്മാവൻ ആ കൊച്ചിനെ ജീവനോട് എറിഞ്ഞു പോകുന്നതൊക്കെ ഏത് മദ്രസ പഠിച്ചിട്ടാണ്? അപ്പോൾ തെറ്റുകൾ എല്ലാ സമുദായത്തിലും ഉണ്ടാവും, എല്ലാ മനുഷ്യരിലുണ്ട്. അത് പ്രത്യേക ഒരു മതമോ ജാതിയോ രാജ്യമോ ഒന്നുമില്ല. അത് ആദ്യമായിട്ട് മനസ്സിലാക്കാം. കാരണം സ്വാഭാവികമാണ്. അപ്പോൾ മദ്രസയിൽ പഠിച്ചുകൊണ്ട് ദൂഷ്യമില്ലെന്ന് മാത്രമല്ല, ഒരുപടി ഗുണമുണ്ട്. അത് പള്ളിയിലെ അച്ഛന്മാരും അമ്പലത്തിലെ പൂജാരിമാരും പറയുന്നറിയോ. ഇപ്പോൾ കേരളം എന്ന് പറയുമ്പോൾ മലപ്പുറമാണല്ലോ. മലപ്പുറം ജില്ലയിൽ വൃദ്ധസദനങ്ങളേ ഇല്ല. ഒരൊറ്റ വൃദ്ധസദനം പോലും മലപ്പുറം ജില്ലയില്ല. മറിച്ച് ട്രിവാൻഡ്രത്ത്, കോട്ടയത്ത്, എറണാകുളത്തൊക്കെ 100 എടുക്കുന്ന വൃദ്ധസദനങ്ങളുണ്ട്. അതൊരു ഫാഷനാണ് ഇപ്പോൾ. ഇന്നാൾ അമ്മയ്ക്ക് അസുഖം വന്നപ്പോഴേ ആ ആംബുലൻസിൽ കയറാൻ പറ്റാ നാട്. പക്ഷെ ഒരു മദ്രസ വിദ്യാഭ്യാസം കഴിഞ്ഞ ഒരു കുട്ടിയും അച്ഛൻ്റെയോ കൂടെ ആംബുലൻസിൽ പോകേണ്ടി വന്നാൽ അവൻ ആരും പറയാതെ തന്നെ ചാടിക്കയറി പോകും. അപ്പോൾ മദ്രസ വിദ്യാഭ്യാസം കൊണ്ടല്ല കുഴപ്പം എന്ന് പറയാനാവുന്നില്ല. അത് മറ്റൊന്നുമല്ല അത്. അതുപോലെ നമ്മുടെ UP-യിലെ ഒരു ജഡ്ജിയുടെ വിധി എന്നറിയോ, ഹിന്ദു വിവാഹം പവിത്രമാണ്, അതുകൊണ്ട് 1 വർഷത്തേക്ക് വിവാഹമോചനം പാടില്ല. ഈ ഓരോ മണ്ടത്തരം പറയുന്നത്. ഇപ്പോൾ വടക്കേ ഇന്ത്യയിൽ തീരുമാനം എന്നറിയുക, ഇന്ത്യയിൽ മുഴുവൻ മഞ്ഞ് കാലങ്ങളിൽ വെളിച്ചക്കുറവുണ്ട്. അപ്പോൾ ലേറ്റിട്ട് മനസ്സിലാക്കാം. അത് ദക്ഷിണേന്ത്യയിൽ തനി വേനൽക്കാലത്ത് പോലും അതിട്ട് ഓടിക്കുമെന്ന് പറഞ്ഞാൽ എന്തൊരു ബുദ്ധിശൂന്യമാണ്. അപ്പോൾ കഴിഞ്ഞ ഒരു ദിവസം കേരളത്തിൽ ഒരു 11 വയസ്സ് കഴിഞ്ഞ കുട്ടികളെ 11 മണിക്ക് ശേഷം തിയേറ്ററിൽ ഇരുത്തി സിനിമ കാണാൻ പറ്റില്ല, കാണിക്കാൻ പറ്റില്ല. കാരണം അവർ ഉദ്ദേശിക്കുന്നത് 11 മണിക്ക് ശേഷം കുട്ടിയെ ഉറക്കമൊഴിക്കരുത് എന്നാണ്. അതിൽ ചെറിയ യുക്തിയിട്ട് ഇല്ലായില്ല. പക്ഷെ ഒരു കാര്യം, ഇതൊന്നും നിർബന്ധമാക്കല്ല. ഒരു കാര്യം പറയട്ടെ, സിറ്റിയിലാണ് ഒരു അച്ഛനും അമ്മയും ഒരു മകനും. ആ മകന് 10 വയസ്സുണ്ട്. ഇവർക്കൊരു സിനിമ, സെക്കൻഡ് സിനിമയ്ക്ക് വേണ്ടി വന്നു. സമയമെല്ലാം കഴിഞ്ഞില്ല. ഈ മകനെ എവിടെ ഇടും? തിയേറ്ററിൽ കൊണ്ടുപോകാൻ പറ്റില്ല. വീട്ടിലൊക്കെ വരക്കാൻ വേറെ ആളില്ല. എന്ത് ചെയ്യും? അതാണ് ഈ നിയമം ഉണ്ടാക്കുന്ന മണ്ട ശിരോമണികൾ. അതിനിപ്പോൾ നമ്മുടെ ഗണേഷ് കുമാരെ പോലെ മന്ത്രിമാരല്ലേ കേരളത്തിലുള്ളത്. അറിയാലോ ഓരോ റിപ്പോർട്ട്. സൗന്ദര്യം നോക്കിയാണ് കോടതിയിൽ ശിക്ഷ വിധിക്കാൻ വെച്ചാൽ എന്ത് ചെയ്യും? ആ കാരണവരെ കരുതി കൂട്ടി കള്ളക്കാമ്പൂനെ കൊന്നിട്ട് അവരെയൊക്കെ വെറുതെ വിടുത്ത രീതിയിൽ കണ്ടില്ലേ? അതും പറയാൻ ലജ്ജ തോന്നാണ്. അപ്പോൾ അങ്ങനെയുള്ള മണ്ടത്തെ പറയരുത്. അതുപോലെ ഹിന്ദു വിവാഹം പരിപാവനമാണ്, അതുകൊണ്ട് 1 വർഷത്തേക്ക് പാടില്ല, വിവാഹമോചനം പാടില്ല. അതങ്ങനെ ഞാൻ നിയമമുണ്ട്. വിവാഹമോചനത്തിന് ശരിയായ കാരണമുണ്ടെങ്കിൽ 1 നിമിഷം പിറ്റേ ദിവസമാണെങ്കിലും വിവാഹം ചെയ്യേണ്ടി വരും. വ്യക്തമായ കാരണമുണ്ടെങ്കിൽ. അത് ഏതുപോലെ എന്നറിയോ, ഇവിടെ നിർബന്ധ മതപരിവർത്തനം ഇന്ത്യയിൽ വർഷങ്ങളായിട്ട് നിയമമുള്ളതാണ്. ആ നിയമമൊന്നും മനസ്സിലാക്കാതെ പുതിയ നിയമം ഉണ്ടാക്കിയേക്കാം. ഇതില്ല ഈ മണ്ടന്മാരുടെ, ഈ നികിഷ്ട ജീവികൾ എന്ന് പറഞ്ഞാൽ തെറ്റില്ല, അവരുടെയൊക്കെ ചില മണ്ടത്തിലാണിത്. ഇവിടെ യഥാർത്ഥത്തിൽ നിയമമുണ്ട്. ഇന്ത്യയിൽ ശക്തമായ നിയമമുണ്ട്. നിർബന്ധ മതപ്രചരണം, നിർബന്ധ മതപരിവർത്തനം, ഇതൊക്കെ അന്യായം, തെറ്റാണ്. ആ നിയമമുണ്ട്. ആ നിയമം ഉണ്ടാകാതെയാണ് ഇപ്പോൾ നിൽക്കുക തന്നെയാണ് UP-യിൽ യോഗിയൊക്കെ കൊണ്ടുവന്ന് ഒരു അച്ഛനെയും അമ്മയും എൻ്റെ പള്ളിയിലെ അച്ഛനെ 5 വർഷത്തേക്ക് അകത്തിട്ടേക്കണം. അപ്പോൾ ഇതൊക്കെ ശരിയാണോ? നിങ്ങൾ ചിന്തിക്കുക.
അപ്പോൾ ഏതായാലും നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് കിടക്കാം. ആ വിഷയം ഇതാണ്: ഇന്ത്യയുടെ സ്വാതന്ത്ര്യം കിട്ടി അതിനുശേഷമുള്ള ഇന്ത്യ പാക് വിഭജനം, അത് കലുഷിതമായ ഒരു അന്തരീക്ഷമായിരുന്നു. ഇന്ത്യയിൽ പരസ്പരം വെട്ടിക്കൊല്ലും, ലക്ഷക്കണക്കിന് ആൾക്കാരെ പരസ്പരം കൊന്നു. ആരാദ്യം കൊന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, കൊന്നു, അതൊക്കെ ശരിയാണ്. അപ്പം അങ്ങനെ സന്ദർഭത്തിൽ ഈ സംസ്ഥാനങ്ങൾ വേർതിരിച്ചപ്പോൾ ഭാഷാടിസ്ഥാനം കണക്കാക്കി ഒരു താൽക്കാലിക പരിഹാരം നൽകി. ഓക്കെ, സമ്മതിച്ചു. അത് കഴിഞ്ഞ വർഷം എത്ര 75 കഴിഞ്ഞില്ലേ? നമുക്ക് എന്താ വേണം? നമുക്കൂടെ ഒരു ത്രിതല സംവിധാനമുണ്ട്. അതെന്താണ്? ഭാഷ, ഒന്ന് ഹിന്ദി, ഒന്ന് ഇംഗ്ലീഷ്, അത് പ്രാദേശിക ഭാഷ. അപ്പോൾ ഈ പ്രാദേശിക ഭാഷയും ഹിന്ദി ഇംഗ്ലീഷും വെച്ച് ത്രിതല വിദ്യാഭ്യാസ സംവിധാനം പോലെ ത്രിതല ഭാഷാ പദ്ധതി വെച്ച് മുന്നോട്ട് പോയാൽ വിസ്തീർണത്തിൻ്റെയും ജനങ്ങളുടെ എണ്ണത്തിൻ്റെയും ഏകദേശം ഒരു ടാലി ഇത് വേണം സംസ്ഥാനം വിവരിക്കാൻ. ഇത് ഒരു സംസ്ഥാനത്തിൽ, ഇപ്പോൾ ലക്ഷദ്വീപ് ഒരു സംസ്ഥാനത്തിൽ 50,000 പേര് പോലും ഇല്ല. യു പിയിലുണ്ട് 25 കോടിയായിട്ടുണ്ട്. ഇത് ഏകദേശം കണക്കാണ്, കൃത്യങ്ങളെ ഉണ്ട്. കേരളത്തിൻ്റെ വെള്ളച്ചതാണ് ഗോവ. അത് കേരളത്തിലേക്ക് എത്രയോ ഇരട്ടിയാണ് യു പി, മധ്യപ്രദേശ്, രാജസ്ഥാൻ, ആന്ധ്രാപ്രദേശൊക്കെ. അപ്പം നമുക്ക് ചെയ്യേണ്ടത്, ഇനിയെങ്കിലും ബുദ്ധിയുള്ള ഇന്ത്യൻ പൗരന്മാരുണ്ടെങ്കിൽ ചെയ്യേണ്ടത്, ഇപ്പോൾ ഞാൻ ഉദാഹരണം പറഞ്ഞാൽ കേരളം, തമിഴ്നാട്, കർണാടക, ഇത് മൂന്നും അടുത്ത് കിടക്കണമല്ലോ. കേരളത്തിൽ അടുത്ത് കിടക്കുന്ന സ്ഥലം കർണാടകയും തമിഴ്നാടുമാണ്. വേറെ ഒന്നും വരുന്നില്ല, ആന്ധ്രയൊന്നും വരുന്നില്ലല്ലോ. ഗോവയിലും അതിർത്തിയാണ്, അത്ഭുതമാണ്. അങ്ങനെ വരുമ്പോൾ നമുക്ക് വിസ്തീർണം നോക്കുമ്പോൾ എത്താണ്? ഒരു 50,000 കിലോമീറ്ററാണ് സാധാരണഗതിയിൽ ഇങ്ങനെ ആവറേജ് വരാണെങ്കിൽ. ഇപ്പോൾ ഈ 30 സംസ്ഥാനം വിചാരിക്കുക, ആകെയുള്ള കിലോമീറ്റർ ഡിവൈഡ് ചെയ്യാം. അപ്പോൾ ഒരു 50,000 വിചാരിച്ചു, അത്രയല്ല അത്. അപ്പോൾ ഇതിലേക്ക് 50,000 കിലോമീറ്റർ വരുന്നതിൽ കർണാടകയിൽ വരുന്നുണ്ട്, തമിഴ്നാട് വരുന്നത്, കേരളം വരും. ഈ 3 സ്ഥലത്തും കൂടി അതൊരു സംസ്ഥാനമാകണം. അപ്പോൾ എല്ലാം തുല്യമായിട്ട് വരും, ഏകദേശം തുല്യമായിട്ട് വരും. അവർ ജനസംഖ്യ അടിസ്ഥാനത്തിൽ. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഒരു 10-20% കൂടുതൽ ജനസംഖ്യയും വ്യത്യാസം വരില്ല, 20% വിസ്തീർണം കൂടില്ല. കൃത്യങ്ങൾ ഒരു 4-3-7 പോലെ പങ്കിടാൻ പറ്റില്ല. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഭാഷയുടെ അടിസ്ഥാനത്തിൽ ഒരു വർഗീയ ലഹളയോ അല്ലെങ്കിൽ ഒരു കമ്മ്യൂണൽ ലഹള ഉണ്ടാവില്ല. അവിടെ ഭാഷ വരുന്നില്ല, 3 ഭാഷ വരുന്നത്. അതുപോലെ ഒന്ന് ചിന്തിച്ച് ഇനിയെങ്കിലും രാജ്യനന്മയ്ക്ക് വേണ്ടി, രാഷ്ട്ര പുരോഗതിക്ക് വേണ്ടി, രാഷ്ട്ര ജനങ്ങളുടെ നന്മയ്ക്കും സുരക്ഷത്തിനും വളർച്ചയ്ക്കും ആരോഗ്യകരമായ ജീവിത ശൈലിക്കും ഒന്ന് ചിന്തിച്ചുകൂടി മരമണ്ടന്മാരെ. ഞാൻ മരമണ്ടന്മാരെന്ന് പറഞ്ഞത്, എത്ര കൊല്ലമായി സ്വാതന്ത്ര്യം കിട്ടിയിട്ട്. ആ ഭാഷയുടെ അടിസ്ഥാനത്തിൽ വിധിച്ചതിന് ദൂഷ്യമല്ലേ? ഞാൻ പറഞ്ഞല്ലോ, ഒരിക്കൽ പറയണത്, യു പി അതിൽ 25 കോടി, മറ്റ് 1 കോടി, മറ്റ് 50 ലക്ഷം, 50,000 വിസ്തീർണങ്ങൾ, എത്രയോ വിസ്തീർണങ്ങളും. യാതൊരു ബന്ധവുമില്ല. എന്തെങ്കിലും ഒരു അടിസ്ഥാനം വേണ്ടേ? ബേസിക് വാല്യൂവിൽ, ബേസിക് സ്റ്റൈലിലൊക്കെ പറയില്ലേ, ഒരു അടിസ്ഥാനം. നമുക്ക് എന്താണ്? ആകെ വിസ്തീർണം ഇത്ര, ആകെ ജനസംഖ്യ ഇത്ര, നമുക്ക് ഇത്ര സംസ്ഥാനം വേണം, ഒരു 30 എന്ന് വിചാരിക്കുക. അപ്പോൾ 30 സംസ്ഥാനം വേണമെങ്കിൽ ആവറേജ് എത്ര ആൾ വരണം? ആകെ ജനസംഖ്യ 140 കോടിയാണ്, ഡിവൈഡ് ബൈ 150 കോടി വെച്ചോ, ഡിവൈഡ് ബൈ 30, 35, 15. അപ്പോൾ ഏതാണ്ട് 5 കോടി ആവറേജ് വരും. 50, 35, 15, 150 കോടി. 5 കോടി ജനസംഖ്യ ഏതാണ്ട് ഒരു സ്റ്റേറ്റിൽ വരും. ഇനി വിസ്തീർണം നോക്കാം, നമുക്ക് എത്ര വിസ്തീർണമുണ്ട്, അത് 30 കൊണ്ട് ഹരിക്കുക. 30 എന്ന് പറഞ്ഞാൽ റൗണ്ട് അബൌട്ട് പറഞ്ഞാണ്ട് കൃത്യമല്ല. അപ്പോൾ ഏതാണ്ട് 50,000 കിലോമീറ്റർ വരും വയ്ക്കാം ചുറ്റളവ്. അല്ലെങ്കിൽ 50,000 കിലോമീറ്റർ അല്ല, 50,000 ഏക്കർ പറ്റും, അല്ലെങ്കിൽ വരും ഒരു 5 ലക്ഷം ഏക്കർ വരും വയ്ക്കുക. അപ്പോൾ അത് വെച്ച് നോക്കാം. എന്നിട്ട് പ്രായോഗികമായിട്ട് തിരിക്കുമ്പോൾ ചില കോണൊക്കെ ഒഴിവാക്കാൻ വേണ്ടി ചിലപ്പോൾ അതിൽ ഒരു 10-20% വരെ മാക്സിമം വ്യത്യാസം വരാം. പരമാവധി വ്യത്യാസം കുറക്കണം. പക്ഷെ എന്നാലും ഒരു 10, 12, 15, 20 വരെയൊക്കെ വരാം. 20 വരെയൊക്കെ വരാം മാക്സിമം. അങ്ങനെ സംവിധാനം നോക്കിയാൽ ഞാൻ മലയാളി, ഞാൻ തെലുങ്കത്തി, ഞാൻ തമിഴത്തി, ഞാൻ ഇന്ത്യ കർണാടക, അങ്ങനെ വല്ലതും പറയുമോ? ബി ഇന്ത്യൻ, ബൈ ഇന്ത്യൻ, നമ്മൾ ഇന്ത്യക്കാർ. ആ ഇന്ത്യക്കാരെന്നവരേ ഉള്ളൂ. അത് ഞാൻ മലയാളി എന്നൊരു മലയാളിക്ക് ഉണ്ടായിക്കോട്ടെ, പ്രത്യേകതയില്ല. എല്ലാ ഇന്ത്യക്കാരും
ഏകോദര സഹോദരിമാരാണെന്ന് പറയും പോലെ എല്ലാം നമ്മൾ ഇന്ത്യക്കാരാണ്. അങ്ങനെ അത് ഞാൻ ഉദാഹരണം പറഞ്ഞതറിയും. ഈ ലാറ്റിൻ ഭാഷ ജോണിനെ പഠിപ്പിച്ചാണ് കുറിച്ച് പറയുന്നത്. ദ ലാറ്റിൻ ടോട്ട് ടു ജോൺ. പിന്നീട് ജോണിനെ നമ്മൾ ലാറ്റിൻ ഭാഷ പഠിപ്പിക്കുന്നുണ്ട്, അതേസമയത്ത് ലാറ്റിൻ ഭാഷ ജോണിനെ പഠിപ്പിക്കുന്നത്. രണ്ട് വ്യത്യാസമുണ്ട്. ഒന്ന് ജോണിൻ്റെ കപ്പാസിറ്റി അറിഞ്ഞിട്ടാണ് നമ്മൾ ലാറ്റിൻ ഭാഷയുടെ അത് ഗ്രേഡ് വെച്ചത്, അല്ലെങ്കിൽ അതിൻ്റെ വലിപ്പം വെച്ചത്. ഇതല്ല, ലാറ്റിൻ ഭാഷ ജോണിനെ പഠിപ്പിക്കണം. അപ്പോൾ ജോണിന് ഉണ്ടാകാനുള്ള കഴിവുണ്ടോ ഇല്ലെന്ന് ചിന്തിക്കാൻ അവസരമില്ല. അതല്ല ശരി. ജോണിൻ്റെ കഴിവ് നോക്കിയിട്ടാണ് ലാറ്റിൻ ഭാഷ പഠിപ്പിക്കുന്നത്. അപ്പോൾ ലാറ്റിൻ ഭാഷയുടെ കഴിവിനേക്കാൾ ശക്തിയേക്കാൾ മനസ്സിലാക്കേണ്ടത് കുട്ടിയുടെ കഴിവാണ്. അതുപോലെ മലയാളിയാണ്, തമിഴാണ്, തെലുങ്കുത്തിയാണ് എന്നുള്ളതായിട്ട് നമ്മളെല്ലാം ഇന്ത്യക്കാരെന്ന് പറയും. ഇത്ര സമത്വ സുന്ദരമൊരു ഐഡിയയാണ്, ആശയമാണ്. ഒരൊറ്റ കുഞ്ഞിനെ പോലും 150 കോടി ഉണ്ടല്ലോ ഇന്ത്യയിൽ. കാരണം എല്ലാം രാഷ്ട്രീയത്തിൻ്റെ പുറകിൽ, എല്ലാം ജാതിയുടെ പുറകിൽ, എല്ലാം അമ്പലമണീൻ്റെ പുറകിൽ, എല്ലാം പള്ളിമണീൻ്റെ പുറകിൽ, എല്ലാം മതപരിവർത്തന ആൾ കൂട്ടാൻ നോക്കുന്നത്. മതപ്രചരണത്തിന് വേണ്ടി എത്ര കോടി രൂപ ഈ തെണ്ടികളായ മതക്കാർ, എല്ലാ മതമാണ്, ഒരു മതമല്ല ഇവിടെ അനാവശ്യം ചെലവാക്കുന്നുണ്ടല്ലോ. ഹർമ്മ്യങ്ങളായിട്ട് എത്ര പള്ളികൾ, അമ്പലങ്ങൾ, ചർച്ചുകളൊക്കെ പണിത് കൂട്ടാണ്. പള്ളികളിലും അമ്പലങ്ങളിലും ചർച്ചിലൊക്കെ പണം കുന്നുകൂടാണ്. അതേ ചർച്ചിൻ്റെ കീഴിൽ നിൽക്കുന്ന പെൺകുട്ടികൾ, ചർച്ച് പിന്നെ ദേവാലയത്തെ കീഴിലുള്ള 10, 20, 30, 40 വയസ്സായിട്ട് കല്യാണം കഴിക്കാൻ പറ്റാതെ, സ്ത്രീധത്തിൻ്റെ കുറവുണ്ട്, കഴിക്കാൻ പറ്റാതെ ഇരിക്കുന്ന പെൺകുട്ടികൾ അവിടെ ആരാധനാലയങ്ങളിൽ സമ്പത്ത് കുന്നുകൂടുന്നു. അല്ല, മുസ്ലിം പള്ളികൾ അത്ര കുറവില്ല, സ്വർണ്ണം അങ്ങനെയൊന്നും കാര്യമായിട്ടില്ല. കുറേ ജംഗമ സ്വത്ത് കുറവാണ്, സ്ഥാപന ചെത്തുള്ളൂ. മറ്റ് അമ്പലങ്ങളിൽ എത്ര കോടി രൂപയുടെ സ്വർണ്ണമായിരിക്കും. ക്രിസ്ത്യൻ ചർച്ചുകളുണ്ട്, സ്വർണ്ണമൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞു. അതൊക്കെ ഞങ്ങൾ പറയുന്നത്, അതൊക്കെ നിങ്ങൾ എടുത്തിട്ട് നിങ്ങളുടെ സമുദായത്തിൽ തന്നെ നിങ്ങൾ കൊടുക്കുക. അഞ്ഞൂറ് കൊടുക്കണ്ട, അന്യജാതിക്ക് കൊടുക്കണ്ട. ഇപ്പം ക്രിസ്ത്യൻ പള്ളിയിൽ അമിതമായ സമ്പത്ത് എടുത്ത് നിങ്ങൾ ക്രിസ്ത്യൻ സമുദായത്തിൽ തന്നെ പാവപ്പെട്ട് കൊടുക്കുക. ഹിന്ദുക്കൾ അങ്ങനെ ചെയ്യും, മുസ്ലിങ്ങൾ ചെയ്യും. ഇത് ജനങ്ങൾ കഷ്ടപ്പെടാണ്, വിവാഹം കഴിക്കാൻ പറ്റാതെ. ഈ ആത്മഹത്യ ചെയ്യുന്ന എല്ലാം കാരണം അടിസ്ഥാനം പണമാണ്, സമ്പത്തില്ലായികയാണ്, പണം ഇല്ലായികയാണ്. അപ്പം ഞാൻ ചോദിച്ചിട്ട്, വൈഫ് നമ്മളൊരു 500 ചോദിച്ച്, എന്താ പിടിച്ചോ 1000 രൂപ. പിന്നെ അവൾക്ക് നമ്മൾ പെണ്ണ് പിടിക്കാൻ പോയാലും കുഴപ്പമില്ല, കള്ളു പിടിച്ചാലും കുഴപ്പമില്ല. അവൾ 50 ചോദിച്ചാൽ 500, 100 കൊടുത്താൽ പ്രശ്നം തീർന്ന്. ഇത് കൊടുക്കുക, ചോദിക്കുക, ഇല്ലാതെ ഒരുപാട് ലഹള തുടങ്ങുന്നത്. ബേസിക് കാരണം അതാണ്. അങ്ങനെ കൊലപാതകം, ജയിലിൽ പോകും, മറ്റേ തല്ലിക്കൊല്ലില്ല. ഇന്നിപ്പോൾ കേരളത്തിലെ അവസ്ഥ നിങ്ങൾ വായിച്ചു നോക്ക്, പത്രം TV ഒക്കെ നിരന്തരമായ കൊലപാതകം. ഇപ്പം സ്ത്രീക്കും പുരുഷനും തുല്യ പദവി കൊടുക്കണം എന്ന് പറഞ്ഞ് വാദിക്കുന്ന പുരോഗമനവാദികൾ, സ്ത്രീക്കും പുരുഷനും അല്ലെങ്കിൽ അവകാശം കൊടുക്കണം നമ്മൾ പറയുന്നില്ല. പക്ഷെ അങ്ങനെ അവകാശം അധികാരം കൊടുത്ത് ഒരുമിച്ച് ചെയ്യാൻ പറ്റുന്നുണ്ടോ? 9ാം ക്ലാസ്സിൽ പോയിട്ട് പെൺകുട്ടിക്ക് 14 വയസ്സുകാരൻ ബന്ധുവിൽ നിന്ന് ഗർഭം ധരിച്ച് കുട്ടി പ്രസവിച്ചു. ഗർഭം ധരിക്കാൻ കുഞ്ഞിനെ പ്രസവിച്ചു. 9ാം ക്ലാസ് കിട്ടി എത്രയുണ്ട്? 14 വയസ്സ്. ബന്ധു 14 വയസ്സ്. കുട്ടിയെ പ്രസവിച്ചു. ഇവിടെ പല സ്ഥലത്തും കുട്ടികളുടെ ശവം ഒരു പ്രസവിച്ചിട്ട് ഒരാഴ്ച പോലും, ഒരു ദിവസം പോലും ആകുന്ന കുഞ്ഞിൻ്റെയൊക്കെ ശവം നമ്മുടെ ബിൽഡിങ്ങിൽ നിന്ന് 20 നില കെട്ടതിൽ നിന്ന് താഴോട്ട് എറിയാണ്. ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. എന്നിട്ട് നിങ്ങളിപ്പോഴാണ് സ്ത്രീകൾക്ക് പുരുഷ ഇടപഴകാൻ അവസരം കൊടുക്കണം. ഇടപഴകണം. അതായത് ലോകത്തെ പേരുകെട്ട ഒരു മതം പറയുന്നത്, പ്രായപൂർത്തി വന്നു കഴിഞ്ഞാൽ അമ്മയും മകനും ഒരു മുറിയിൽ തനിച്ച് കിടക്കാൻ പാടില്ലെന്ന്. അമ്മയും മോനും. ആ പറയുന്നൊരു മനഃശാസ്ത്രമുണ്ട്. അതെന്താണ് മനഃശാസ്ത്രം? ഇങ്ങനെയുള്ള കാര്യത്തിൽ, സെക്സ് എന്ന കാര്യത്തിൽ അമ്മയും മകനും തമ്മിലുള്ള ബന്ധത്തെ അകൽച്ചേക്കാൾ അകലം അച്ഛനും മകളും ആയിട്ടില്ല, ആങ്ങളും പെങ്ങളും ആയിട്ടില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കി. സ്വാതന്ത്ര്യം കൊടുത്തല്ലോ. ഞാൻ ഒരിക്കൽ പറഞ്ഞു, ആസാമിൽ കുട്ടികൾ സമരം ചെയ്ത്, എന്താണ്, ഹോസ്റ്റലിൽ ആണിനും പെണ്ണും ഒരുമിച്ച് താമസിക്കണമെന്ന് സമരം ചെയ്ത് സമരം അനുവദിച്ചു. 2 മാസം 90% ഗർഭിണിയായി. അത്ര അപകടം അത്ര ഒരു അകൽച്ച പാലിക്കേണ്ട ഒരു ഇതാണ് സെക്സ് എന്നുള്ളത്. അത് ലോകത്ത് ഏറ്റവും കൂടുതൽ ആസ്വാദം ഉള്ളത് അത് തന്നെയാണ്.
എന്താ ദൈവം അങ്ങനെ കൊടുക്കാൻ കാരണം? വിവാഹത്തിൻ്റെ ലക്ഷ്യം തലമുറ നിലനിർത്താനുള്ള. തലമുറ നിലനിർത്തണമെങ്കിൽ മൂലക്കുട്ടി ഇറക്കാൻ പറ്റാം, മണ്ണി കുഴിച്ചിടാൻ പറ്റുമോ? അത് ഈ ലോകത്ത് മനുഷ്യവർഗാണെങ്കിൽ ഒരു സ്ത്രീയും പുരുഷനും ബന്ധപ്പെട്ട് വേണം അത് ഒരു സന്താനോത്പാദനം. ആ പ്രവൃത്തിയിൽ വിരസത വന്നാൽ പിന്നെ ഉണ്ടാവുമോ? അപ്പോൾ ദൈവത്തിന് ആരും ഒരു ആസ്വാദനം കൊടുത്തു. ആ ആസ്വാദനം കൊടുത്തതിന് സന്താന ഉൽപ്പാദനം നടക്കും. അതിനർത്ഥം ചെല്ലുന്നിടത്തെല്ലാം വിവാഹം കഴിക്കും, ചെല്ലുന്നിടത്തെല്ലാം സ്ത്രീ പുരുഷൻ ബന്ധപ്പെടുന്നതല്ല. അത് ശരിയല്ല. ശരിയല്ല എന്ന് പറയാൻ കാരണം അതിൻ്റെ ഒരു മനഃശാസ്ത്രം പറഞ്ഞുതരാം. ഇപ്പം എൻ്റെ ഈ ശബ്ദം കേൾക്ക് എന്നെക്കാളൊക്കെ മിടുക്കന്മാരായ ലോക ജനതയാണ്. അതിൽ ഒരു സിമ്പിൾ സൈക്കോളജി. നിങ്ങൾ മനസ്സാക്ഷിയോട് ചോദിക്കുക, നിങ്ങൾ ഭാര്യയല്ലാത്ത ഒരു സ്ത്രീയായിട്ട് ലൈംഗിക വേഷ നടത്തിയാൽ ദൈവം എന്താണോ ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ പ്രകൃതി എന്താണോ ആഗ്രഹിക്കുന്നത്, ആ ഒരു പെർഫെക്റ്റ്നെസ് ഒരിക്കലും കിട്ടില്ല. നെവർ. നിങ്ങൾ എത്ര അടച്ച് മുറി കേട്ടാലും എത്ര സുരക്ഷമാണെങ്കിലും ഒരു അനക്കം കേട്ട അപ്പോൾ കിടക്കും, എന്തോ പ്രശ്നം എടുക്കും. അതാണ് ദൈവം പറഞ്ഞത്. നിങ്ങൾ വിവാഹം കഴിച്ചോ, ഭാര്യയ്ക്ക് ഭക്ഷണം കൊടുത്ത് ചിലവ് കൊടുത്ത് ഭാര്യ നിങ്ങൾ പുന്നാരിച്ച് നടത്തി നിങ്ങൾ ചെയ്തോ, ബന്ധപ്പെട്ടോ, ഒരു കുഴപ്പമില്ല. അതിൽ നിങ്ങൾക്ക് പെർഫെക്റ്റ്നെസ് കിട്ടും, അതിൽ നിങ്ങൾക്ക് സന്താനം ഉണ്ടാവും. സാലിഹായ എന്ന് വെച്ചാൽ നല്ല സന്താനങ്ങളുണ്ടാവും. അതാണോ? ഇപ്പോൾ പാശ്ചാത്യ നാടുകളിലൊക്കെ എന്താണ് കുടുംബം എന്ന് പറഞ്ഞാൽ അറിയില്ല എന്താണെന്ന്. ഇന്ത്യയിൽ കുടുംബം ഇപ്പം പേരുള്ളതാണ്, പ്രത്യേകിച്ച് കേരളത്തിൽ. ഈ കേരളത്തിലെ കുടുംബത്തെ കാണുമ്പോൾ പാശ്ചാത്യക്ക് സായിമാർക്ക് പോയി അത്ഭുതം തോന്നാണ്. ലോകത്തിൽ വെച്ച് ഈ ശമ്പളം കൂടുതൽ എവിടെയാണ്, പിന്നെ സ്ത്രീകൾ അല്ല കൂടുതൽ ഭംഗിയുള്ള സ്ത്രീകൾ ഏതാണ്, അങ്ങനെ കണക്കെടുത്ത് വന്ന് അങ്ങനെ പലരും വന്നു. അതിപ്പോൾ പറയുന്നില്ല. അപ്പം അങ്ങനെ വരുമ്പോൾ കേരളത്തിലെ ഇന്ത്യയിലെ കുടുംബ പശ്ചാത്തലവും കുടുംബ പാരമ്പര്യവും കുടുംബത്തെ കെട്ടുറപ്പും പാശ്ചാത്യ രാജ്യത്തുള്ള സായിമാർക്കൊന്നും അത് ചിന്തിക്കാൻ പോലും പറ്റില്ല. അവിടെ അങ്ങനെയൊന്നും ഇല്ല, കുടുംബമൊന്നുമില്ലല്ലോ. അങ്ങനെയൊക്കെ ആകണമെന്നാണ് ഇവിടെ ചിന്തിക്കുന്നത്. ഇപ്പം ഇന്ന് മഹാരാഷ്ട്രയിൽ ഒരു അമ്പലത്തിൽ ഓർഡർ ഇട്ട് ടൈറ്റ് ഡ്രസ്സും അല്ലെങ്കിൽ കീറിയ മുണ്ടും, കീറിയ പാൻ്റല്ല, ഒന്നാം പാൻറ്റ് 5000-8000 കൊടുത്ത് വാങ്ങിച്ചിട്ട് കീറാൻ. ആലോചിച്ചൊക്കെ, പണ്ട് കാലത്ത് മുറ്റത്ത് നമ്മൾ പുല്ല് പറിച്ച് കളയണം, ഇപ്പം മുറ്റത്ത് പുല്ല് വച്ചു പിടിപ്പിക്കണം പൈസ കൊടുത്ത്. ഒരു വ്യത്യാസം കണ്ടോ? അപ്പം ഞാൻ ഈ താടി വെച്ചപ്പോൾ ചോദിച്ചു, നിങ്ങളെന്താ ഇപ്പം താടി വെക്കുന്നത്? അതിലൊരു മനഃശാസ്ത്രമുണ്ട്. അതായത് വേറൊന്നുമില്ല, നമ്മൾ ചരിത്രം പഠിക്കാത്ത ചരിത്രം സൃഷ്ടിക്കില്ല. അപ്പോൾ കഴിഞ്ഞ കാല സംഭവം ചരിത്രമുണ്ട്. ആ ചരിത്രം ഒന്ന് പരിശോധിച്ചാൽ ബുദ്ധിയുള്ളവരും ചിന്തകന്മാർ, ഇത് രണ്ടും എനിക്കുണ്ടെന്ന് ഞാൻ പറയത്തില്ല, എങ്കിലും പറയുന്നത് അങ്ങനെ ഉള്ളവരെല്ലാം താടി വെച്ചിട്ടുണ്ട്. നീണ്ട താടിയുണ്ട്, വട്ടത്താടിയുണ്ട്, പിന്നെ ഈ ചെറിയ താടിയിട്ട് താടിക്കാരാണ്. അതിൽ താടിയിൽ അത് ഒരു വലിയ ഒരു അർത്ഥമുണ്ടതിന്, തെറ്റൊന്നുമില്ല. പക്ഷേ ഒരു കാലത്ത് താടി വെച്ച് തലമുടി പഠിച്ചു കഴിഞ്ഞാൽ മുസ്ലിം സമുദായം അത് എന്തൊരു കുറ്റപ്പെടുത്തലായിരുന്നു. എന്നാണ് മുടി മറിച്ച് മൊട്ടത്തായെന്ന് പറഞ്ഞ് കളിയാക്കും. ഇന്നിപ്പോൾ വൈദ്യശാസ്ത്രം നിങ്ങൾ കൊല്ലത്തിൽ ഒരിക്കലെങ്കിലും നിങ്ങൾ തലമുടി വടിച്ചു കളയും. വെറുതെ മെഷീൻ കത്തി കൊണ്ട് വരുന്ന ബ്ലേഡ് കത്രിക കൊണ്ട് അല്ല കത്തി കൊണ്ട് വടിച്ചു കളണം. പെർ ഇയർ 1 ടൈം, കൊല്ലത്തിൽ ഒരിക്കലെങ്കിലും. എങ്കിൽ ആ തളിച്ചലാണ് അവിടെ കീടങ്ങളൊക്കെ പോയി, അണുക്കൾ ബാക്ടീരിയ പോയി ഒരു തലയോട്ടിക്കും തലയ്ക്കൊക്കെ ഒരു വെളിച്ചം കിട്ടുള്ളൂ. ഞാനതുകൊണ്ട് ഇപ്പോൾ കൊല്ലത്തിനും ചെയ്യുന്നില്ല, ഞാൻ ചില വിധത്തിൽ ചെയ്യുന്നുണ്ട്. പഠിച്ച് അതൊരു 7-8 ഗുണങ്ങളുണ്ടെന്നത്, അതൊക്കെ പഠിച്ചതിന് ശേഷമാണ്. അപ്പം അങ്ങനെ ഒരു കുടുംബം നിലനിർത്താൻ വേണ്ടിയാണ് വിവാഹം, വംശം നിലനിർത്താൻ വേണ്ടിയാണ് വിവാഹം എന്ന ലക്ഷ്യം അതാണ്. അതുണ്ടോ? ഇതൊന്ന് ആലോചിച്ച് നോക്കിയേ. നമ്മൾ ഏറ്റവും കൂടുതൽ സഹിക്കാൻ പറ്റാത്ത കാര്യം, എനിക്ക് 2 കുട്ടികളും ഭാര്യയും, മറ്റൊരുത്തിന് 3 കുട്ടികളും ഭർത്താവും. എൻ്റെ ഭാര്യയ്ക്ക് ഞാൻ ആ ഭർത്താവിന് ഭാര്യയായിട്ട് പരിചയം വന്ന് ഒളിച്ചുകൂടാണ്. അപ്പോൾ ഈ ഒളിച്ചുകൂടി പോകുന്ന ഈ മണ്ടന്മാരും ദുഷ്ടന്മാരും ഒരു കാര്യം മനസ്സിലാക്കുന്നുണ്ടോ? നമ്മൾ നൊന്ത് പെറ്റ് വളർത്തിയ, അതായത് സ്കൂളിൽ പോയിട്ട് 4 മണിക്ക് 5 മിനിറ്റ് കഴിഞ്ഞ് കുട്ടി വന്നില്ലെങ്കിൽ നമുക്ക് സഹിക്കാൻ പറ്റില്ല, ഇരിക്കാൻ പറ്റില്ല, ടെൻഷനാവും, ആദ്യമാവും. സ്റ്റിൽ ഇപ്പോഴും അതങ്ങനെയാണ്. അങ്ങനെ വളർത്തിയ 3 മക്കളിട്ടുകൊണ്ട് ഒരുത്തൻ്റെ കൂടെ അല്ലെങ്കിൽ ഒരുത്തിൻ്റെ കൂടെ പോകാണ്. നിങ്ങൾ പൊയ്ക്കോ. ഈ മക്കൾ എന്താണ് സുരക്ഷം? മക്കളെന്താ ഈ ചില വീട്ടുകളിൽ പോകുമ്പോഴും അവർ കൊന്നു കളയുന്നു.
ചില സൂപ്പർ വീട്ടുകൾ അവരെയും കൊല്ലുന്നു, അവളും ചാവുന്നു. ഇതൊക്കെ തൃശ്ശൂർ കഴിഞ്ഞ ദിവസം 3 കുട്ടികൾ, 2 ഭാര്യ ഭർത്താവ് കാമുക അമ്മനൊക്കെ ചത്ത്. അങ്ങനെ എത്ര എണ്ണം ചാവുന്നു? അല്ലെങ്കിൽ ഒരു പരിധി വരെയും ഈ മുസ്ലിം സമുദായം കുറവാണെന്ന് പറയുന്നുണ്ട്. അത് മുസ്ലിങ്ങൾ പറയുന്നത്, ഹിന്ദുക്കൾ പറയുന്നത്. എൻ്റെ കൂടെ പഠിച്ചൊരു രാഘവൻ ഉണ്ടായിരുന്നു. അദ്ദേഹം ഈഴ വിഭാഗത്തിൽപ്പെടുക, പത്മാവൻ ചേട്ടൻ്റെ മകനാണ്. ഞങ്ങൾ വളരെ ക്ലോസ് ഫ്രണ്ട്സാണ്. രാഘവൻ ചേട്ടൻ മരിച്ചോ നിൽക്കില്ല, പത്മാവൻ ചേട്ടൻ മരിച്ചുപോയി. അപ്പോൾ ഈ രാഘവൻ ചേട്ടൻ പറയും, ഷാ നിങ്ങളുടെ ഇടയിൽ ആത്മഹത്യ കുറവാണ്, ഞങ്ങളുടെ ഇടയിൽ ആത്മഹത്യ കൂടുതൽ. കാരണം ഉപദേശിക്കാൻ ആളില്ല, സാമൂഹ്യ പരിഷ്കർത്താക്കളില്ല. നിങ്ങൾക്ക് പ്രവാചകൻ പറഞ്ഞു ആത്മഹത്യ ഏറ്റവും നിഷിദ്ധമായ പ്രവൃത്തിയാണ്, ഒരിക്കലും പൊരുത്തപ്പെടുന്നല്ല, ക്ഷമിക്കുന്നല്ല എന്ന്. അതാണ് തന്നെയല്ല, ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ല എന്നുള്ള മദ്രസ വിദ്യാഭ്യാസം 3, 4, 5, 6, 8, 10 വയസ്സുകളിൽ വിദ്യാഭ്യാസം കിട്ടിയ ആ മുസ്ലിം പെൺകുട്ടികളും മുസ്ലിം ആൺകുട്ടികളും പരിധിയിൽ കൂടുതൽ ഒരിക്കലും ആരും മരിക്കില്ല എന്നല്ല, മറ്റ് സമുദായങ്ങളെ അപേക്ഷിച്ച് കണക്കെടുത്താൽ കുറവാണ്. ഇത് രാഘവൻ ചേട്ടൻ എന്നോട് പറഞ്ഞത്. രാഘവൻ ചേട്ടൻ എനിക്ക് പേര് വിളിക്കുക, രാഘവൻ വിളിക്കുക, ഞാൻ ബഹുമാനോട് വന്നുള്ളൂ. അപ്പം അതുപോലെ തന്നെ അത് ഈ മദ്രസ പഠനം കൊണ്ടാണ് കുഴപ്പം. അപ്പോൾ മദ്രസ പഠനം കൊണ്ടല്ല ഇവിടെ കുഴപ്പം. അതിൻ്റെ പേര് ചിലർ കാട്ടിക്കൂട്ടുന്ന വിക്രിയകൾ, അത് ചിലപ്പോൾ പോരായിട്ടുണ്ട്. ഞാനത് പറയാം. ഉദാഹരണം പർദ്ദ സിസ്റ്റം ഒരു തെറ്റുമില്ല. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ സ്വർണ്ണവില വെച്ച് നോക്കുമ്പോഴേ എൻ്റെ കഴുത്തിൽ സ്വർണ്ണമില്ലോ എന്ന് ആരും അറിയില്ലല്ലോ. പർദ്ദ അത് 2 കാര്യം. ഒന്നത് വെള്ള ഡ്രസ്സായിരുന്നു കുഴപ്പം, കറുത്ത് കൊടുന്ന് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. മറ്റേത് മുഖം മറക്കാൻ പറഞ്ഞായിരിക്കുന്നത്. അപ്പോൾ ഗോഷ്ഠി തല്ലേ ഇതൊക്കെ, മുഖം മറിച്ചിട്ട് നടത്തിയ രീതിയിൽ ഇപ്പോഴും കാണുന്ന കൊടുക്കൽ. വാസ്തവത്തിൽ ഈ പർദ്ദ സിസ്റ്റം ഉണ്ടാക്കി ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഗുജറാത്തിലെ ടെക്സ്റ്റൈൽ മില്ലുകാരാണ്. ഒരു പർദ്ദക്ക് ഇന്ന് 2000 പോലെ 20,000 വരെയൊക്കെ വിലയുണ്ട്. അത് ചെലവാകാൻ വേണ്ടി ഗുജറാത്തിലെ ടെക്സ്റ്റൈൽ മില്ലുകൾ, സൂറത്തിലേക്ക് ടെക്സ്റ്റൈൽ മില്ലുകൾ അതിനെ പരസ്യം ചെയ്ത് ഇറക്കുന്നത്. എന്നിട്ട് അതിന് കുറ്റം ഇവിടെ ജിഹാദി എന്ന് പറയുന്ന മുസ്ലിങ്ങൾക്കാണ്. സത്യം അറിയുന്നുണ്ടോ? ഞാൻ പറഞ്ഞ ഇന്ത്യയിൽ നിന്ന് കയറ്റി പെയ്യുന്ന പശുമാംസത്തിൽ 100% ബ്രാഹ്മിൻസ് ലോബി അയക്കുന്നത്. ഒരു മുസ്ലിം പോലും അയക്കുന്നില്ല. ഒന്നും മനസ്സിലാക്കി. ഈ ബുദ്ധിജീവികളോട് ചോദിക്കുകയാണ്, ഇന്ത്യയിൽ നിന്ന് കയറ്റി പോകുന്ന പശുമാംസത്തിൻ്റെ 100% ബ്രാഹ്മൺ ലോബിയാണ്. കുറച്ച് ബനിയനുമുണ്ട്. ബനിയൻ മനുഷ്യർ ഈ വൈശ്യര് കുറ്റമാർക്ക് എന്നിട്ട്. അപ്പോൾ അങ്ങനെ സത്യത്തെ വ്യഭിചരിക്കാന്ന് പറയും. അത് സത്യത്തെ വ്യഭിചരിച്ച് അവിടെ കൊല്ലാണ്. അത് അമിതമായി പ്രാധാന്യം കൊടുക്കുകയാണ് ഒരു സത്യമില്ലാത്ത കാര്യത്തിൽ. ഇപ്പം ഇന്ത്യയിൽ നടക്കുന്ന സത്യമുള്ള കാര്യമാണോ? ഈ മതത്തിൻ്റെയും ജാതിയുടെയും പേരിൽ ഇവർ കലഹമുണ്ടാക്കിയിട്ട് അവസാനം ഇന്ത്യ മഹാരാജ്യമല്ലേ താഴെ നശിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എങ്ങനെ നശിച്ചു പോയോ അതുപോലെ ഇന്ത്യയും നശിക്കാൻ പോവാണ്. അതിൻ്റെ പണിക്കാണ് ഇപ്പോൾ ഈ സംഘപരിവാർ കാണിക്കുന്നത്. അത് വിദേശ ശക്തികൾ സപ്പോർട്ടുണ്ട്. ഇന്ത്യ ഒരു ലെവലിൽ ഇപ്പം ഇന്ത്യ, ബർമ്മ, ബ്രിട്ടൻ ഇത് ഭൂട്ടാനൊക്കെ ചേർന്ന് ശീലം ചെയ്ത് ലോകത്ത് ഏറ്റവും വലിയ ഒരു സമ്പൽ സമൃദ്ധമായ ജനസംഖ്യ കൂടുതലുള്ള വ്യാപ്തി കൂടുതലുള്ള വലിയൊരു ഉപഭൂഖണ്ഡം എന്ന് വേണമെങ്കിൽ പറയാം. വലിയൊരു രാജ്യമായിരുന്നു. അതിനെ പല കഷ്ണങ്ങളാക്കി പല രീതിയിൽ കളിച്ചപ്പോൾ ഇന്ത്യയാക്കി, ബംഗ്ലാദേശാക്കി, ഭൂട്ടാനാക്കി, സിലോണാക്കി. ഇനി ഇന്ത്യയെ തന്നെ കളിക്കുന്നതല്ല, ഇന്ത്യയെ തന്നെ നശിക്കാനുള്ള പണിയാണ്. അത് വിദേശ ശക്തികളാണ്. പക്ഷെ അതിന് ഇന്ത്യയിലെ ഒരു വിഭാഗം ഹിന്ദു സമുദായം അതിന് അറിഞ്ഞോ അറിയാതെ അടിമപ്പെട്ടുപോയി. അതാണ് അപകടം. സമയം നീണ്ടു പോകണം, ഞാൻ ചുരുക്കാൻ പോകണം. അതുകൊണ്ട് ദയവ് ചെയ്ത് നിങ്ങൾ ഈ ജാതിയുടെ മതത്തിൻ്റെ പേരിൽ പറഞ്ഞ് വിപ്ലവം ഉണ്ടാക്കില്ലേ. അത് രാജ്യനന്മക്ക് തരില്ല. സമാധാനം ഇല്ലാത്തടത്ത് ഐശ്വര്യം ഉണ്ടാവില്ല. ലോകത്തെ ഏറ്റവും വിലപിടിപ്പുള്ള വസ്തു സംതൃപ്തിയാണ്. സംതൃപ്തി പണം കൊടുത്താൽ കിട്ടില്ല. അത് നമുക്ക് നമ്മുടെ പ്രവൃത്തിയോടെ നമുക്ക് അനുഭവിച്ചതിന് അറിയാം. ഇതാണ് വശം. ഇങ്ങനെ നിൽക്കുമ്പോഴാണ് ഞങ്ങൾ പറഞ്ഞത്, ഇനിയെങ്കിലും ഭാഷാടിസ്ഥാനത്തിലുള്ള സംസ്ഥാന വിഭജനം മാറ്റിവെച്ച് ജനസംഖ്യയുടെയും വലിപ്പത്തിൻ്റെയും ഏകദേശം ഒരു അടിസ്ഥാനത്തിൽ മുന്നോട്ട് പോകണം. അത് കൂടാതെ ഞാനിന്ന് മൊയ്തീൻ ഷാ 66-ലാണ് ഞാൻ 10ാം ക്ലാസ്സിൽ പഠിക്കുന്നത്. അന്ന് പഠിക്കുന്ന സമയത്ത് ഈ ചമ്പൽ താഴ്വരയെക്കുറിച്ച് അവിടുത്തെ കൊള്ള സംഘത്തെക്കുറിച്ചൊക്കെ പഠിച്ചിട്ടുണ്ട്. തലസ്ഥാനം ഡൽഹിയിലാണ്. അന്ന് കൽക്കട്ടയിൽ നിന്ന് ഡൽഹിക്ക് മാറിയിട്ടുണ്ട്.
അപ്പോൾ എൻ്റെ ചെറിയ ബുദ്ധികൾ ചിന്ത പോയത് അങ്ങനെയുണ്ടെങ്കിൽ ഈ തലസ്ഥാനം ചമ്പൽ താഴ്വര അങ്ങനെ ആയിരക്കണക്കിന് ഏക്കർ ഭൂമി കിടക്കാന്നൊക്കെയാണോ, ഞാൻ അന്ന് പോയിട്ടൊന്നുമില്ലല്ലോ ആ മാറ്റത്. അങ്ങനെ മനസ്സിൽ ചെന്നൊരു ആശയമാണ്, അത് വളർന്ന് വന്നുകൊണ്ടിരിക്കുകയാണ്. അത് കേരളത്തിൽ തലസ്ഥാനം മധ്യ കേരളത്തിൽ വേണമെന്ന് പറഞ്ഞ് നമ്മൾ പ്രവർത്തനം തുടങ്ങിയിട്ട് കുറേ നാളായി, അത് ശക്തമായ പ്രവർത്തനമുണ്ട്. പക്ഷേ അത് കൂടാതെ ഇനി അടുത്ത ഭാവിയിൽ വരാൻ പോകുന്നത് ഇന്ത്യയിലെ ഇന്ന് ഡൽഹിയിലുള്ള തലസ്ഥാനം ചമ്പൽ താഴ്വരയിലേക്ക് മാറ്റേണ്ടി വരുമെന്ന് നമ്മൾ ചിന്തിച്ച് 6666 6666. അത് നിങ്ങൾക്ക് 6666 എന്താണെന്ന് ചിലവർക്ക് അറിയാം. അപ്പോൾ 6666. ഇപ്പോൾ ഇത് 50 വർഷം കഴിഞ്ഞ് ഇന്നും അതിനെക്കുറിച്ച് ചിന്ത പോലും വന്നിട്ടില്ല. അതായത് കൽക്കട്ടയിൽ നിന്ന് ഡൽഹിയിലേക്ക് മാറ്റിയപ്പോൾ അത് ചർച്ച ചെയ്യാൻ വേണ്ടി പോയ വിദഗ്ധന്മാർ പോയത് ചമ്പൽ താഴ്വര വഴിയാണ്. അവിടെ കിടക്കുകയാണ് ഇങ്ങനെ ആയിരക്കണക്കിന് ഏക്കർ സ്ഥലം, മനുഷ്യ പാദസ്പർശമേൽക്കാത്തത്. ചമ്പൽ കാടുകൾ നമ്മൾ പഠിക്കുമ്പോൾ കാടൊന്നുമില്ല, വെറും 3 അടി പൊക്കമുള്ള മണ്ണിട്ടാണ്. അത് ബുൾഡോസ് നിരപ്പാക്കി കഴിഞ്ഞാൽ അവിടെ ടപ്പിയൊക്കെ അല്ലെങ്കിൽ നമ്മുടെ കപ്പ കൃഷി ചെയ്താണല്ലോ, നമുക്ക് പകുതി നമ്മുടെ ഇന്ത്യയിൽ മുഴുവൻ എടുക്കാം, ബാക്കി പകുതി കയറ്റി വയ്ക്കാം. അതൊന്നും ചിന്തിക്കുന്നില്ല. കൊച്ചിക്കായലിലെ മണ്ണ് മാറ്റി കോളിലുണ്ടാക്കുക, അതും ചിന്തിക്കുന്നില്ല. ഇവിടെ എല്ലാം ലോട്ട് വിറ്റും മദ്യം വിറ്റും കാശുണ്ടാക്കുക, അല്ലെങ്കിൽ ടാക്സ് കൂട്ടി പോകുക എന്നല്ലാതെ ടാക്സ് കൂട്ടാതെ ടാക്സ് തന്നെ നിർത്താനുള്ള വഴി നോക്കുന്നില്ല. എന്തൊരു വിരോധാഭാസമാണ്, എന്തൊരു തെറ്റാണ് ഇത്. അങ്ങനെ പണം കുന്നുകൂട്ടി ചിലവർ വിഭാഗത്തിൽ കയ്യിലേക്ക് എത്തി, അത് അവസാനം ആർക്കും ഒന്നും ചെയ്യാതെ നമ്മുടെ സ്വിസ് ബാങ്കിൽ കിടക്കുന്ന എമൗണ്ടില്ലേ, എത്രായിരം കോടി രൂപയാണ് സ്വിസ് ബാങ്ക് എടുക്കുന്നത്. ഇന്ത്യയിലെ കൊച്ചു കേരളത്തിൽ എറണാകുളത്തെ ഒരു പത്രക്കാർ വരെ കോടാനും കോടി രൂപ എടുപ്പുണ്ട്. അത് അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അത് തിരിച്ച് ഇന്ത്യയിൽ കൊണ്ടുവന്ന് കൊടുക്കാൻ സമ്മതിക്കില്ല, അത് പ്രശ്നമാവും. അതുകൊണ്ട് എന്ത് ചെയ്ത് അങ്ങനെ കിടക്കുക. അത് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ എത്ര ലക്ഷം കോടി സ്വത്താകേണ്ടതാണ്. ഇതൊക്കെ അവിടെ സൂക്ഷിച്ച് വയ്ക്കാലാണ് നമ്മുടെ ജനങ്ങൾ പട്ടിണി കിടന്ന് ആത്മഹത്യ ചെയ്യുന്നതും അസുഖമൊന്നും മരിക്കുന്നതും കോലാഹലങ്ങൾ ഉണ്ടാക്കും. ഏതെങ്കിലും ദൈവം പറഞ്ഞിട്ടുണ്ടോ എനിക്ക് വേണ്ടി സമ്പത്ത് സൂക്ഷിക്കണം? പിന്നെ പള്ളിക്കുറ്റിൽ കാശിടാം, അതില്ലാതെ പറ്റില്ല. എന്നറിയോ, പള്ളിയിൽ സ്ഥാപനം നിലനിൽക്കാൻ വേണ്ടി വരുമാനം വേണ്ടേ, അപ്പോൾ നിങ്ങൾ കുറ്റം, അത് ശരിയാണ്. അത് ഷോക്കിയാൻ വന്നിട്ടില്ല, അത് ഉപയോഗിക്കണം പറയാം. അപ്പോൾ ഇത് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ എൻ്റെ വാക്ക് നിർത്താണ്. നിങ്ങൾക്ക് ഒരായിരം നന്ദി. ജയ് ഹിന്ദ്.